ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ചാരിറ്റിയുടെ പേരിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് 100% ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പാവങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അത് വീടായാലും കാശ് കൊടുത്തിട്ട് വരാം, അവിടെയും ഞാൻ കാശ് കൊടുക്കാനുണ്ട്. വീട് കംപ്ലീറ്റ്, പിന്നെ കുറേ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല. ഈ പറയുന്ന ആൾക്ക് കാത് കൊടുക്കുന്ന കാര്യം എനിക്കുണ്ടോ? ജൂവലർക്കാർ നക്കാപ്പിച്ച കൊടുത്ത് പലരും ചെയ്യുന്നതിന് ഞാനെന്ത് ചെയ്യാനാ? അവർ ചെയ്യട്ടെ, അച്ഛൻ മുന്നിൽ പോകും അല്ലേ, പോകണ്ടേ? ഈ അച്ഛനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണോ ഈ ആരോപണം? ആയിരിക്കാം. ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ പേരിൽ തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെങ്ങും തളർത്താൻ നോക്കില്ല. നമ്മൾ ആർക്കും ഒരു ചതിയും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ? എന്താണെന്ന് എനിക്കറിയില്ല. ആരാ ഇത് ചെയ്തതെന്നും അറിയില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആയിക്കോട്ടെ. കുറേ പേർക്കും കൂടെ ഇനിയും പോകാനുണ്ട്. കുറേ കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുന്നോട്ട്. അതൊക്കെ ഒന്ന് നടത്തിക്കോട്ടെ. ഇത് കളയരുത്. അതെ പ്ലീസ്, എന്നാ പറയാ, ഇത് കളയാതിരിക്കുക. നിങ്ങൾ ആർക്കും ഒരു ഛേദമില്ലാത്ത ഉപകാരമാണ്. ആരെയും ഞാൻ വിമർശിക്കാൻ വരുന്നില്ല. പിന്നെ എന്തിനാ എന്നെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ഒന്നും ഇതായിട്ട് പറഞ്ഞില്ല. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഇന്ന് വരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ കണ്ടിട്ടുമില്ല. ഞാൻ എൻ്റെ വഴി ഒന്ന് പൊക്കോട്ടെ. കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഒരു കാര്യത്തിൽ. അതിന്റെ സംസാര രീതിയൊക്കെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നിയില്ലേ? ഇതൊക്കെ എന്നാ പറയാ, എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. നമ്മുടെ രീതി, നമ്മൾ ആരെയും നോക്കണ്ട. ദൈവം എന്നോട് പറയുന്നു ചെയ്യാൻ, ദൈവം എന്നോട് ചെയ്യാൻ പറയുന്ന പോലെ ഞാൻ ദൈവം എനിക്ക് സമ്പാദ്യം തരുന്നു, ഞാൻ ചെയ്യുന്നു. അല്ല ഞാൻ ഒരിക്കലും എന്നാ പറയും ഒത്തിരി കൂട്ടി വെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. പാവം കൊടുക്കാൻ തന്നെ ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് അന്നദാനമായാലും കല്യാണമായാലും ഏത് രീതിയിലായാലും. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാ എനിക്കറിയില്ല. എത്രയോ പേരെ വിമർശിക്കാൻ കിടക്കുന്നു, എത്രയോ അഴിമതിക്കാരുണ്ട്. അവരെ ഒന്നും നോക്കാൻ എന്നെ എന്തിനാ നോക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അച്ഛൻ്റെ സക്സസ് കണ്ടിട്ട് ഈ ബിസിനസ്സിലേക്ക് പുതിയ ശത്രുക്കളുണ്ട്, ഒത്തിരി ശത്രുക്കളുണ്ട്. ജൂവലർക്കാരുണ്ട്. അവരാണ് ഈ നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, യൂട്യൂബർമാരെ കൊണ്ട് ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, ഇവർ മേടിച്ചോട്ടെ, അവരുടെ നക്കാപ്പിച്ച മേടിച്ചോട്ടെ. അതിനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ചെയ്തോട്ടെ. എന്തിനാ തടസ്സം നിർത്തുന്നത്? ഞാൻ ശരിയല്ലേ? ഞാൻ ആടെന്നെങ്കിലും 1 രൂപ ആരെങ്കിലും പറയാം മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ ചാരിറ്റി നടത്തും. 1 രൂപ ഒരു മനുഷ്യനോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന് ഇത്രയും വർഷമായിട്ട് ചാരിറ്റി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 1 രൂപ ഒരാളോട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്കറിയാലോ, ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ മതി, എനിക്ക് കോടികൾ വരും. എനിക്കറിയാം. ദൈവത്തിൻ്റെ മുമ്പ് ഞാൻ ഒരിക്കലും തെറ്റ് കാണിക്കില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നതാണ്. അത് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യും. ഞാൻ പറയുന്നത് ഞാൻ ആരുമല്ല. നാളെ നമ്മൾ എണീക്കുമെന്നും അറിയില്ല. പക്ഷെ ഉള്ളത് ഞാൻ കൊടുത്ത് ചെയ്യും. അപ്പൊ അച്ഛാ ഇനി തുടർന്നും ഇതുപോലെ തന്നെ സജീവമായിട്ടുണ്ടാവും. അത് നിർത്താൻ ആരെ കൊണ്ട് പറ്റും? ചുടകുളം വരട്ടെ, നിർത്താൻ എൻ്റെ മുമ്പിൽ വരട്ടെ, നിർത്താൻ. ചാരിറ്റി നിർത്താൻ ഒരാളെ ഞാൻ സമ്മതിക്കില്ല. അത് അച്ഛൻ കണ്ടിന്യൂ ചെയ്യും. അതിന് ആരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ തളർത്തുകയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ചാരിറ്റിയുടെ പേരിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് 100% ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പാവങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അത് വീടായാലും കാശ് കൊടുത്തിട്ട് വരാം, അവിടെയും ഞാൻ കാശ് കൊടുക്കാനുണ്ട്. വീട് കംപ്ലീറ്റ്, പിന്നെ കുറേ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ ചെയ്യുവാണ് മനസ്സിൽ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമുള്ളൂ. വിമർശിക്കാൻ ഒത്തിരി പേരുണ്ട്. വിമർശിച്ചോളൂ. വിമർശിക്കുന്ന 50 ഇരട്ടി പേരുണ്ട്. അത് മതിയല്ലോ എനിക്ക്, അല്ലേ? വിമർശിക്കുന്ന 10 പേരാണെങ്കിൽ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ. അതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ കണ്ടിട്ട് അമ്മയായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും ചേട്ടന്മാരായാലും ചേച്ചിമാർ, എത്രയോ പേര്, അനിയന്മാരായാലും അനിയത്തിമാരായാലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം പോലെ എനിക്ക് മുന്നോട്ട് പോകാൻ. ഇതുപോലെ ആരെങ്കിലും വെള്ളമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാനത് കാത് കൊടുക്കുന്നില്ല, നേരെ പോവാണ്. കാത് കൊടുക്കേണ്ട കാര്യം എനിക്കുണ്ടോ? ജൂവലർക്കാർ നക്കാപ്പിച്ച കൊടുത്ത് പലരും ചെയ്യുന്നതിന് ഞാനെന്ത് ചെയ്യാനാ? അവർ ചെയ്യട്ടെ, അച്ഛൻ മുന്നിൽ പോകും അല്ലേ, പോകണ്ടേ?